ആ പ്രകടനം നടത്തിയത് സംബന്ധിച്ച് നമ്മുടെ ഇവിടെയുള്ള പഴയങ്ങാടി പോലീസ് കേസെടുത്തു. ആ കേസെടുത്തതിൻ്റെ അകത്ത് FIR എഴുതി വെച്ചൊരു കാര്യമുണ്ട്. ഈ പാലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു, അത് വർഗീയ വിഭജനത്തിന് അസ്വാസ്ഥ്യം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ട്. അതെഴുതിയ പോലീസുകാരൻ ഏതായാലും അത് തലക്ക് വെളിവില്ലാത്ത പോലീസുകാരനാണ്. അതിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല. പാലസ്തീനെ പിന്തുണച്ചുകൊണ്ട് നാട്ടിൽ മുഴുവൻ എത്രയോ പ്രകടനം നടത്തിയ പാർട്ടിയാണ്, പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. എല്ലാ ഘട്ടത്തിലും പാലസ്തീന്റെ കൂടെയാണ് കമ്മ്യൂണിസ്റ്റുകാർ. ജമാഅത്തെ ഇസ്ലാമിയെ പോലെയല്ല. നിങ്ങൾ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പാലസ്തീൻ മുദ്രാവാക്യം എടുക്കും. ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് BJPക്ക് എതിരായിട്ട് പറയും. അത് വേറെ ആവശ്യത്തിന് വേണ്ടിയാ. ഞാൻ ചോദിക്കട്ടെ, പാലസ്തീനാണ് പ്രശ്നമെങ്കിൽ പാലസ്തീൻ വിഷയത്തിൽ CPIM എടുക്കുന്ന നിലപാട് പോലെ ഇന്ത്യ രാജ്യത്ത് ഏത് പ്രസ്ഥാനമാണ് സ്ഥൈര്യമുള്ള, ഏറ്റവും ശരിയായ, സ്ഥിരതയുള്ള നിലപാട് ഏത് പ്രസ്ഥാനം എടുത്തേ? എന്താ പാലസ്തീൻ പ്രശ്നം? പാലസ്തീൻ വിഷയത്തിൽ ഞങ്ങൾ പ്രകടനം നടത്തുന്ന സമയത്ത് ഒരു ഭാഗത്ത് BJPക്കാർ പറയും അത് മുസ്ലിം പ്രകടനത്തിനാണ്, മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാര് ഇസ്ലാം മതവിശ്വാസികളുടെ വീടുകളിൽ പോയിട്ട് പറയും അതാ നോക്കണേ, അത് നിങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. എന്റെ ജമാഅത്തെ ഇസ്ലാമിക്കാരാ, ഞങ്ങളുടെ സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള സമീപനത്തിന് ജമാഅത്തെ ഇസ്ലാമി നിന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. RSSകാരാ, നിന്റെ സർട്ടിഫിക്കറ്റും ഞങ്ങൾക്ക് ആവശ്യമില്ല. എന്താ പാലസ്തീന്റെ വിഷയം? പാലസ്തീൻ എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തില് അറബ് ദേശീയതയുടെ പ്രതീകമായിരുന്നല്ലോ പാലസ്തീൻ. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിരുന്നില്ല, പാലസ്തീൻ മാത്രമാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമുണ്ടാക്കിയ ജൂത ജനവിഭാഗങ്ങൾ ലോകത്തിലാകെ ഫാസിസത്തിന്റെ പീഡനം അനുഭവിച്ച ജനതയായിരുന്നു. ഫാസിസ്റ്റുകളുടെ പീഡനം, നാസികളുടെ പീഡനം, കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ എത്രമാത്രം ജൂതന്മാരെയാണ് അഡോൾഫ് ഹിറ്റ്ലർ അതിനിഷ്ഠൂരമായ വിധത്തിൽ കൊന്നുകളഞ്ഞ്. അങ്ങനെ ആര്യവംശത്തിന്റെ മഹത്വം ഉദ്ഘോഷിക്കാൻ വേണ്ടി ഹിറ്റ്ലറും നാസി ജർമ്മനിയും എല്ലാം ചേർന്ന് ജൂത ജനവിഭാഗത്തെ വേട്ടയാടുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ലോകത്തിന്റെ വിവിധ മേഖലകളിൽ ഫാസിസ്റ്റുകള് ഈ പീഡനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ ഘട്ടത്തില് ജൂത ജനവിഭാഗങ്ങൾ വേറെ നിവൃത്തിയില്ലാതെ രാജ്യം വിട്ട് പലയിടത്തും പലായനം ചെയ്തു. വലിയ നിലയിൽ പീഡനം അനുഭവിച്ച ജനതയായിരുന്നു ജൂത ജനത. അങ്ങനെ പലായനം ചെയ്തതിന്റെ കൂട്ടത്തില് നമ്മുടെ നാട്ടിലും ചിലരെത്തി. ലോകത്തിന്റെ വിവിധ മേഖലകളിൽ ജൂത ജനവിഭാഗങ്ങളെത്തി, നമ്മുടെ നാട്ടിലെത്തി. കൊച്ചിയിൽ ഒരു ജൂത കോളനി തന്നെയുണ്ട്, എല്ലായിടത്തും എത്തി. അങ്ങനെ ലോകത്തിന്റെ വിവിധ മേഖലകളിൽ ജൂത ജനവിഭാഗങ്ങൾ പലായനം ചെയ്യുന്ന സമയത്ത് ആണ് സിയോണിസ്റ്റ് മൂവ്മെന്റ് ആരംഭിക്കുന്നത്. സിയോണിസം. എന്താ സിയോണിസ്റ്റ് മൂവ്മെന്റിന്റെ ലക്ഷ്യം? ഈ ജൂത ജനവിഭാഗങ്ങൾക്ക് ഒരു പ്രത്യേക ഇടം കണ്ടെത്തണം, പാലസ്തീനകത്ത് അവരെ കുടിയേറി പാർപ്പിച്ച് അവിടെയൊരു രാജ്യമുണ്ടാക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് സിയോണിസ്റ്റ് മൂവ്മെന്റ് ആരംഭിക്കുന്നത്. ആ സിയോണിസ്റ്റ് മൂവ്മെന്റിനെ 1917 അന്നത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ മേധാവി ബാൽഫോർ എന്ന് പറയുന്ന സായിപ്പ് അതിനെ പിന്തുണച്ചു. അതിന്റെ പേരാണ് ബാൽഫോർ ഡിക്ലറേഷൻ. 1917 ആ ബാൽഫോർ ഡിക്ലറേഷനെ തുടർന്ന് ജൂത ജനവിഭാഗങ്ങളെ പാലസ്തീനിലേക്ക് നേരെ അവിടെ കുടിയേറി പാർപ്പിക്കാൻ വേണ്ടി പ്രോത്സാഹനം നൽകുകയാണ്. വിവിധ മേഖലകളിലുള്ളവരോട് പറയുകയാണ് നിങ്ങൾ പാലസ്തീനിൽ പോയാൽ മതി. അങ്ങനെ പാലസ്തീനിൽ പോകാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ കുടിയേറി പാർക്കാൻ വേണ്ടി തുടങ്ങി. കുടിയേറി പാർക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ ആ ഘട്ടത്തിൽ 1917 ബാൽഫോർ ഡിക്ലറേഷൻ വരുന്ന സമയത്ത് ഏതാണ്ട് 3% ജൂത ജനവിഭാഗങ്ങൾ മാത്രമേ പാലസ്തീനിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് ഈ കുടിയേറ്റം തുടങ്ങിയതോടുകൂടി ആ ജനങ്ങൾ ഇങ്ങനെ കൂടി വരാൻ വേണ്ടി തുടങ്ങി. ഒരു രാജ്യത്ത് മറ്റു രാജ്യത്തുള്ള പലയിടത്തുള്ള ആളുകൾ വരികയാണ്. ആദ്യഘട്ടത്തിൽ പാലസ്തീൻ ജനങ്ങൾ ആ അറബ് ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന പാവ മനുഷ്യർ ഇവരെയൊക്കെ സ്വീകരിച്ചു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ മല്ലെ ഈ അകത്ത് കയറിയവര് ഒട്ടകത്തിന് സീറ്റ് കൊടുത്ത പോലെയായി. അവരുടെ എണ്ണം കൂടി വന്നു. എന്നിട്ട് പ്രിയപ്പെട്ടവരെ 1948 ആവുമ്പോഴത്തേക്ക് ജൂത ജനത അവിടെ പാലസ്തീനിൽ 35% വർദ്ധിച്ചു.